സ്റ്റേറ്റിൻ്റെ ഉത്ഭവത്തെ പറ്റിയുള്ള എവല്യൂഷൻ തിയറിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പരിണാമ സിദ്ധാന്തം, അതിൽ തന്നെ നമ്മൾ ഈ ദൈവതത്വ സിദ്ധാന്തത്തെക്കുറിച്ചും പറയുണ്ടായി. സ്റ്റേറ്റിൻ്റെ ഒറിജിനെക്കുറിച്ചുള്ള ദൈവതത്വ സിദ്ധാന്തത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. അതേപോലെ എവല്യൂഷൻ തിയറിയെക്കുറിച്ചും പറഞ്ഞിരുന്നു. എവല്യൂഷൻ തിയറി വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദ്യം വരുന്നത് ഈ എവല്യൂഷൻ തിയറിയെക്കുറിച്ചാണ്. സ്റ്റേറ്റിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള എവല്യൂഷൻ തിയറിയെക്കുറിച്ചാണ്. നമ്മൾ അതിനോടൊപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ ഉത്ഭവത്തെ പറ്റിയുള്ള മാക്സിയൻ തിയറിയും അതേപോലെ ലിബറൽ തിയറിയും ഉണ്ട്. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ അല്ല അതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ മാക്സിയൻ നേച്ചർ ഓഫ് സ്റ്റേറ്റിൻ്റെ നേച്ചറിനെ കുറിച്ച് മാക്സിയൻ വീക്ഷണവും അതേപോലെ ലിബറൽ വീക്ഷണവും സ്റ്റേറ്റിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും സ്റ്റേറ്റിൻ്റെ പ്രവർത്തനത്തെപ്പറ്റിയും മാക്സിയൻ വീക്ഷണവും ലിബറൽ വീക്ഷണവും നമ്മൾ പറയുണ്ടായിട്ടുണ്ട്. സംഗതി അതുതന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ആമുഖമായിട്ട് എങ്ങനെയാണ് സ്റ്റേറ്റ് ഉണ്ടായത് എന്ന് മാക്സിയൻ കാഴ്ചപ്പാടും ലിബറൽ കാഴ്ചപ്പാടും പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ സ്റ്റേറ്റിൻ്റെ ഉത്ഭവത്തെപ്പറ്റി മാക്സിയൻ വീക്ഷണം എന്താണെന്നും ലിബറൽ വീക്ഷണം എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് നേച്ചറിനെ കുറിച്ചാണല്ലോ, സ്റ്റേറ്റിൻ്റെ നേച്ചറിനെ കുറിച്ചാണല്ലോ മാക്സിയൻ വീക്ഷണം പഠിച്ചത് എന്നാണ് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അത് വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഉത്ഭവത്തെ പറ്റിയുള്ള മാക്സിയൻ വീക്ഷണവും ലിബറൽ വീക്ഷണവും ഒന്നുകൂടി പറയാൻ. ആദ്യമായിട്ട് സ്റ്റേറ്റിൻ്റെ ഉത്ഭവത്തെ പറ്റിയുള്ള മാക്സിയൻ വീക്ഷണമാണ് പറയുന്നത്. മാക്സിയൻ വീക്ഷണ പ്രകാരം സ്റ്റേറ്റ് ചരിത്രപരമായ പരിണാമത്തിൻ്റെ ഫലമായിട്ട് തന്നെ ഉണ്ടായതാണ്. അത് ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ല. മനുഷ്യ ചരിത്രത്തിൽ സ്റ്റേറ്റുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സമൂഹങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഉൽപ്പാദനോപാധികൾ കൂട്ടായ ഉടമസ്ഥതയിൽ എല്ലാവരും കൈകാര്യം ചെയ്തിരുന്ന പ്രാകൃത സമൂഹങ്ങളിൽ സ്റ്റേറ്റിൻ്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യ ചരിത്രത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് സമൂഹത്തിൽ വർഗവിഭജനം ഉണ്ടായത്. വർഗവിഭജനം ഉണ്ടായത് ഉൽപ്പാദനോപാധികൾ നിയന്ത്രിക്കുന്ന ഒരു പ്രബല വർഗവും അതേപോലെ അതിൽ പണിയെടുക്കുന്ന സാധാരണക്കാരുടെ വർഗവും എങ്ങനെ ഒരു രണ്ട് വർഗമായിട്ട് സമൂഹം പിളർന്ന ഒരു സമയത്താണ് അപ്പോഴാണ് ഈ സ്റ്റേറ്റ് ഉണ്ടാവുന്നത് എന്നാണ് മാക്സിയൻ വീക്ഷണം വിലയിരുത്തുന്നത്. തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ഈ പ്രബല വർഗത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ നിലനിർത്താനും സംരക്ഷിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് അവരുണ്ടാക്കിയൊരു ടൂളായിട്ടാണ് സ്റ്റേറ്റ് എന്ന സംവിധാനം ഉണ്ടായത് എന്നാണ് മാക്സിയൻ സിദ്ധാന്തം പറയുന്നത്. സമൂഹത്തിലെ ഉൽപ്പാദന പ്രക്രിയകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രബല വർഗം സമൂഹത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ ഉയർന്നു വന്നപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അവരുണ്ടാക്കിയതാണ് സ്റ്റേറ്റ് എന്നതാണ്. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ നിർണായക ഘട്ടത്തിലുണ്ടായതാണ് സ്റ്റേറ്റ് എന്നാണ് മാക്സിയൻ വീക്ഷണം പറയുന്നത്. ഇപ്പോൾ ആധുനിക സ്റ്റേറ്റ് മുതലാളിത്ത ഉൽപ്പാദന രീതിയുടെ ഭാഗമാണ്. ബൂർഷ്വാസികളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും മുതലാളിത്ത വ്യവസ്ഥയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമായിട്ടാണ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത്. ബൂർഷ്വാ വർഗത്തിൻ്റെ അടിച്ചമർത്തലിൻ്റെയും ചൂഷണത്തിൻ്റെയും ഉപകരണമായിട്ട് അനീതിയുടെ മൂർത്തീഭാവമായിട്ട് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നു. തൊഴിലാളി വർഗത്തിൻ്റെ ചെറുത്തുനിൽപ്പുകളെല്ലാം തകർക്കാൻ സ്റ്റേറ്റിനെ അവർ ഉപയോഗിക്കുന്നു. ഈ മൂലധന ശക്തികൾ, ഈ ക്യാപിറ്റൽ കൈകാര്യം ചെയ്യുന്ന ഈ മൂലധന ശക്തികൾ അവർ ഉൽപ്പാദന വിതരണ പ്രക്രിയകൾ കൈകാര്യം ചെയ്യുന്ന ആ മുതലാളിത്തം ഈ സ്റ്റേറ്റിനെ എന്തിനുപയോഗിക്കുന്നു? തൊഴിലാളി വർഗത്തെ അടിച്ചമർത്തുന്നതിനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ മൂലധന ശക്തികളുടെ ഉപകരണമായിട്ടാണ് സ്റ്റേറ്റ് ഉണ്ടായതെന്നാണ് മാക്സിയൻ വീക്ഷണപ്രകാരം സ്റ്റേറ്റിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എല്ലാ കാലത്തും സ്റ്റേറ്റ് നിലനിൽക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഈ ചൂഷണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ഈ സ്റ്റേറ്റ് ഉണ്ടാക്കിയത് തന്നെ ഈ പ്രബല വർഗത്തിൻ്റെ അധികാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് എന്നാണ് മാക്സിയൻ വീക്ഷണം പറയുന്നത്. അതേസമയത്ത് സ്റ്റേറ്റിൻ്റെ ഉത്ഭവത്തെ പറ്റിയുള്ള ലിബറൽ വീക്ഷണം മറ്റൊരു തരത്തിലാണ്. ലിബറൽ രാഷ്ട്രീയ ചിന്തകരുടെ അഭിപ്രായത്തിൽ വ്യക്തികളുടെ സ്വാഭാവിക അവകാശങ്ങളായ ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചതാണ് സ്റ്റേറ്റ് എന്നാണ് ലിബറൽ വീക്ഷണം പറയുന്നത്.
അപ്പോൾ മനുഷ്യരുടെ ഈ ജീവിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഈ അവകാശങ്ങൾ, ജീവിക്കാനുള്ള അവകാശങ്ങൾ, അതേപോലെ സ്വത്തിനുള്ള അവകാശങ്ങൾ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യർ തന്നെ ചേർന്നുകൊണ്ട് ഒരു സാമൂഹ്യ കരാറിൽ നിർമ്മിച്ചതാണ് സ്റ്റേറ്റ് എന്നാണ് ലിബറലിസ്റ്റുകൾ പറയുന്നത്. സാമൂഹ്യ കരാർ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ വ്യക്തികൾ ചേർന്ന് സ്റ്റേറ്റ് രൂപീകരിക്കുന്നതിന് വ്യക്തികളുടെ സ്വാഭാവിക സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് ചിലത് സ്വമേധയാ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം ക്രമസമാധാനം നിലനിർത്തുന്നതിനും പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും സാമൂഹ്യ പുരോഗതി വളർത്തുന്നതിനും ചില നിയന്ത്രണങ്ങൾ അനിവാര്യമായി വന്നു. അങ്ങനെ ഒരു സാമൂഹ്യ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് നിലവിൽ വന്നത് എന്നാണ് അവർ പറയുന്നത്. ഈ സ്റ്റേറ്റ് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതേസമയത്ത് ചില സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരും സ്വാതന്ത്ര്യത്തോടെ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അരാജകത്വം ഉണ്ടാവും. അങ്ങനെ അരാജകത്വം ഇല്ലാതിരിക്കുകയും പരമാവധി സ്വാതന്ത്ര്യം സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് മനുഷ്യർ ചെന്നെത്തിയ ഒരു കരാർ, ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് ഉണ്ടായത് എന്നാണ് ഈ ലിബറലിസ്റ്റുകൾ പറയുന്നത്. അതേസമയത്ത് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാം കൂടി അടിച്ചമർത്തിക്കൊണ്ട് എല്ലാവരുടെ അവകാശത്തെയും ലംഘിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലിബറലിസ്റ്റുകൾ പറയുന്നത് അവരുടെ അഭിപ്രായത്തിൽ സ്റ്റേറ്റ് ഒരു അനിവാര്യമായ തിന്മയാണ്. ഇറ്റ് ഈസ് എ നെസസറി ഈവിൾ. അത് വേണം താനും. അതേസമയത്ത് അവകാശങ്ങളെ ഹനിക്കാനും പാടില്ല. അവകാശങ്ങൾ കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ട്, അതേസമയത്ത് അവകാശങ്ങളെ ഹനിക്കാനും പാടില്ല. അപ്പോൾ മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ചില അവകാശങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവർ നിർമ്മിച്ച ഒരു സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ നിർമ്മിച്ചതാണ് സ്റ്റേറ്റ് എന്നാണ് ലിബറലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വീക്ഷണവും, അപ്പോൾ ലിബറലിസ്റ്റുകൾ പറയുന്നത് ആ ഒരു മനുഷ്യർ തന്നെ നിർമ്മിച്ചത്, എങ്ങനെ സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ നിർമ്മിച്ചതാണ് സ്റ്റേറ്റ്. അത് മനുഷ്യരുടെ എല്ലാ അവകാശങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി ചില അവകാശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് സ്റ്റേറ്റ് എന്നാണ് ലിബറലിസ്റ്റുകൾ പറയുന്നത്. മാർക്സിസ്റ്റുകൾ പറയുന്നത് ഈ പ്രബലവർഗം സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു ഘട്ടത്തിൽ, ഉൽപാദനോപാധികൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗം ഉയർന്നു വന്ന ഘട്ടത്തിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവരുണ്ടാക്കിയതാണ് സ്റ്റേറ്റ് എന്നാണ് മാർക്സിസ്റ്റുകൾ പറയുന്നത്. ഇത് രണ്ടും ഈ സ്റ്റേറ്റിൻ്റെ ഉത്ഭവത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വീക്ഷണം കൂടിയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചാൽ ഇത് എഴുതണം. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും പറയേണ്ടി വന്നത്. ഓക്കെ.